കിങ്സ് അക്കാദമിയുടെ അക്കൗണ്ടൻസി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ +1 അക്കൗണ്ടൻസിയുടെ ഡിപ്രീസിയേഷൻ ചാപ്റ്റർ ആണ്. ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ് എന്ന ചാപ്റ്റർ ആണെന്ന് എടുക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ്. അതിൽ ഫസ്റ്റ് പാർട്ട് ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷനിൽ നിന്ന് നമുക്ക് ഒരു വൺ വേർഡ്, ഒരു പ്രോബ്ലം, അതെന്തായാലും ആ ഭാഗത്തു നിന്നുണ്ട്. ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യനുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വൺ വേർഡ്, ഒരു 4 മാർക്കിന്റെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ 2 മാർക്കിന്റെ ചെറിയ പ്രോബ്ലം, അപ്പൊ 2 മാർക്കിന്റെ ഏതെങ്കിലും ഒരു തിയറി, അങ്ങനെയാണ് അതിൽ നിന്ന് വരിക. പിന്നെ പ്രൊവിഷൻസ്, റിസർവ്, നമുക്ക് തിയറിയാണ് ആ ഭാഗം കംപ്ലീറ്റ്. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഈ ചാപ്റ്ററിൽ കിടക്കുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കുറെ തിയറീസും പിന്നെ പ്രോബ്ലവും ഐഡന്റിഫൈ ചെയ്യലാണ് ഈ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ചാപ്റ്റർ കൃത്യമായിട്ട് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു 5 മാർക്ക് നമുക്ക് എക്സാമിന് ഉറപ്പായിട്ട് കിട്ടും. അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ് +1 ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിൽ നമ്മൾ തുടങ്ങുന്നത് ചാപ്റ്ററിന്റെ പേര് ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ ആണ്. ഫസ്റ്റ് പാർട്ട് നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസെറ്റ്. ടാഞ്ചിബിൾ ആയ ഫിക്സഡ് അസെറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവിനെ വിളിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. അത് പല കാരണങ്ങൾ കൊണ്ടാകാം. ഡ്യൂ ടു, അതിന്റെ കാരണം ഇതാണ്, ഡ്യൂ ടു വെയർ ആൻഡ് ടിയർ, പാസേജ് ഓഫ് ടൈം, കാരണങ്ങൾ ഒരുപാടാണ്. ഒബ്സോലസൻസ്, ഡിപ്ലീഷൻ, അങ്ങനെ പല പേരുകളിലാണ് ഡിപ്രീസിയേഷന്റെ കോസസ്. പക്ഷെ ഡിപ്രീസിയേഷൻ എന്ന വേർഡ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ടാഞ്ചിബിൾ ഫിക്സഡ് അസെറ്റ് ആയ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ എന്നിവയ്ക്കാണ് വരിക. ഇത് വരുന്നത് ഡ്യൂ ടു വെയർ ആൻഡ് ടിയർ, പാസേജ് ഓഫ് ടൈം എക്സെട്ര. അപ്പൊ ഡിപ്രീസിയേഷൻ പഠിച്ചു വയ്ക്കുക. ഡിപ്രീസിയേഷൻ is the decrease in the value of fixed asset due to wear and tear, passage of time. ഫിക്സഡ് അസെറ്റ് എന്ന് പറയുമ്പോൾ ടാഞ്ചിബിൾ ആണെന്ന് ഓർക്കുക. അതിൽ എക്സാമ്പിൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ എന്നിവയാണ്. ഇനി അതില് കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ ഉണ്ട്. കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ അതില് വെയർ ആൻഡ് ടിയർ, ഇത് നാച്ചുറൽ കോസ് ആണ്. വെയർ ആൻഡ് ടിയർ എന്ന് പറയുന്നത് നാച്ചുറൽ കോസ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ്. അതൊരു ഒരു അസെറ്റ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രകൃത്യാ തന്നെ അതിന്റെ സ്വഭാവമാണ് അത് എന്ത് ചെയ്തു പോവുക, കുറഞ്ഞു അതിന്റെ വാല്യൂ ഇങ്ങനെ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികം, നാച്ചുറൽ ആണ്. അപ്പൊ നാച്ചുറൽ ആയിട്ട് അസെറ്റുകളുടെ വാല്യൂ കുറയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും എന്തെന്ന്, വെയർ ആൻഡ് ടിയർ. രണ്ടാമത്തത് അമോർട്ടൈസേഷൻ. അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസെറ്റ്സ് സച്ച് ആസ് ഗുഡ്വിൽ, പാറ്റന്റ്, ട്രേഡ് മാർക്ക് എന്നിവയുടെ വിലയിൽ വരുന്ന കുറവിനെ വിളിക്കുന്ന പേരാണ് അമോർട്ടൈസേഷൻ. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസെറ്റ് സച്ച് ആസ് ഗുഡ്വിൽ, പാറ്റന്റ്, ട്രേഡ് മാർക്ക്. അമോർട്ടൈസേഷൻ എന്ന് പഠിക്കുമ്പോൾ ഇൻടാഞ്ചിബിൾ അസെറ്റ് ആണ് അതിന് വരിക. ഇൻടാഞ്ചിബിൾ അസെറ്റിൽ വരുന്ന കുറവാണ്. ഇൻടാഞ്ചിബിൾ അസെറ്റിന്റെ എക്സാമ്പിളും പഠിച്ചേക്കാം. അടുത്തത് ഡിപ്ലീഷൻ ആണ്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് നാച്ചുറൽ അസെറ്റ്സ്, അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അസെറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവാണ് ഈ പറഞ്ഞത്. അത് കോറീസ്, അതേപോലെ മൈൻസ്, ഖനനം ചെയ്തെടുക്കുന്ന ഭാഗങ്ങൾ എന്ത് വന്നാലും അത് എന്തിലാ വരിക, അതിൽ വരുന്ന കുറവ് ഡിപ്ലീഷനിലാണ്. പിന്നെ ഓയിൽ റിഫൈനറീസ്, ഓയിൽ നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഫുള്ളും ഓയിൽ, നമ്മൾ ഖനനം ചെയ്തെടുക്കുന്ന ഓയിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അത് ഫുള്ളും എന്തല്ല, ഓയിൽ അല്ല, അതിൽ കുറെ വേസ്റ്റ് വരും. അങ്ങനെ പല പല ഐറ്റംസ് അതിൻ്റെ ഉള്ളിൽ വരും. അപ്പോഴും അവിടെ നമ്മൾ എത്ര ക്വിൻ്റലാണോ ഖനനം ചെയ്തെടുത്തത് അത്രയും ക്വിൻ്റൽ ഓയിൽ നമുക്ക് വിൽക്കാൻ പറ്റാറില്ല. അങ്ങനെ കുറവ് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, അമോർട്ടൈസേഷൻ. അടുത്തത് വരുന്നത് ഫ്ലക്ച്വേഷൻ ആണ്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറന്റ് അസെറ്റ്. ഏറ്റവും എക്സാമ്പിള് സ്റ്റോക്കാണ്, ഇൻവെന്ററി. ഇൻവെന്ററിയുടെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം, അതാണ് ഫ്ലക്ച്വേഷൻ എന്ന പേരിൽ അറിയപ്പെടാം. അപ്പൊ അവിടെ ഡിക്രീസ് മാത്രമല്ല, നമ്മൾ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറന്റ് അസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെന്ററി എടുക്കുമ്പോൾ ഡിക്രീസ് മാത്രമല്ല വരുന്നത്,
ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഗുഡ്സിന്റെ വാല്യൂ ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നത് കാണാൻ പറ്റും, ചിലപ്പോൾ ഡിക്രീസ് ചെയ്യുന്നത് കാണാൻ പറ്റും. നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന ചാപ്റ്റർ ആയതുകൊണ്ട് പറയാണ് ഡിപ്രീഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറന്റ് അസറ്റ് ആണ്. എക്സാമ്പിൾ പറയാൻ പറ്റും അവിടെ സ്റ്റോക്ക് ആണ്, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ആണ്. നമുക്കറിയാം സ്റ്റോക്കിനെ വിളിക്കുന്ന പേരാണ് ഇൻവെന്ററി. അടുത്തത് ഒബ്സോലസൻസ്. ഒബ്സോലസൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ ഇൻവെൻഷൻ വരുമ്പോൾ, കണ്ടുപിടുത്തങ്ങൾ പുതിയ പുതിയ ഇൻവെൻഷൻസ് വരുമ്പോൾ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റം, അത് ഓൾഡ് ടെക്നോളജി എന്തായി പോകും, അപ്പോൾ നമ്മൾ ആരും ഉപയോഗിക്കാതെ ആയി പോകും. അപ്പൊ ഓൾഡ് ടെക്നോളജിയുടെ വാല്യൂ കുറയും. അതേപോലെ പുതിയ പുതിയ ഫാഷൻസ് വരുമ്പോൾ പഴയ ഫാഷനെ നമ്മൾ അങ്ങോട്ട് മറക്കും. അപ്പൊ പഴയ ഫാഷൻസിന് ഡിമാൻഡ് ഇല്ലാതെ വരും, ഡിമാൻഡ് കുറഞ്ഞു വരും. അങ്ങനെ ഉണ്ടാകുന്ന വസ്തുവിന്റെ വില ഇടിവിനെ, വില കുറവിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഒബ്സോലസൻസ്. അപ്പൊ ഇതെല്ലാം നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് ബ്രീഫിലി ഡിസ്ക്രൈബ് ചെയ്യുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്, ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്, ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം. അപ്പൊ ഇത് എങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരികയാണെങ്കിൽ അതിന് മാർക്ക് കൂടുതലായിരിക്കും, 3 മാർക്കിന്റെ ഒക്കെ ആൻസർ ആയിരിക്കും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 1 മാർക്കിന്റെ ആയിരിക്കും. കോസസ് ഓഫ് ദ ഡിഫറൻസ് ചോദിച്ചാൽ 2 മാർക്കിന്റെ ആയിരിക്കും വരിക. അങ്ങനെ ഡിഫറെന്റ് മോഡലിലാണ് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് വരിക. അപ്പൊ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. വെയർ ആൻഡ് ടിയർ ഡിപ്രീസിയേഷൻ ആണ്, ഫിക്സഡ് അസറ്റ് ആണ്. അമോർട്ടൈസേഷൻ ഇൻടാഞ്ചിബിൾ അസറ്റ്, ഗുഡ് വില്ല്, പേറ്റന്റ്, ട്രേഡ് മാർക്ക്. ഡിപ്ലീഷൻ നാച്ചുറൽ അസറ്റ്സ്, കോറീസ്, മൈൻസ് എക്സെട്ര ആണ്, ഓയിൽ റിഫൈനറി ഒക്കെ എക്സെട്ര. ഫ്ലക്ച്വേഷൻ ഡിക്രീസ് ഇൻ ദ വാല്യൂ, കറന്റ് അസറ്റ് ആണ്. ഫ്ലക്ച്വേഷൻ കറന്റ് അസറ്റ് എക്സാമ്പിൾ അതിന്റെ സ്റ്റോക്ക് ആണ്, ഇൻവെന്ററി ആണ്. ഒബ്സോലസൻസ് ചേഞ്ച് ഇൻ ന്യൂ ടെക്നോളജി ആൻഡ് ഫാഷൻ ആണ്. ഇങ്ങനെയാണ് പഠിക്കാനുള്ളത്. അല്ലാതെ വലിച്ചു വാരി കുറെ പഠിക്കേണ്ട ആവശ്യമില്ല, ആ പോയിന്റ് മാത്രം പഠിച്ചു വയ്ക്കാം. അടുത്തത് വരുന്നത് മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ്. നമുക്ക് പ്രധാനമായിട്ടും 2 മെത്തേഡാണ് ഡിപ്രീസിയേഷൻ ഉപയോഗിക്കുന്നത്. 2 മെത്തേഡ്, ദർ ആർ 2 ടൈപ്സ് ഓഫ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ്. ഫസ്റ്റ് വൺ വരുന്നത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നാണ്. ദർ ആർ 2 മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. സ്ട്രെയിറ്റ് ലൈൻ അത് തന്നെയാണ് ഫിക്സഡ് കോസ്റ്റ്, അതിനെ തന്നെയാണ് ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയാം. 3 പേരാണ് അവയ്ക്കുള്ളത് കണ്ടോ. സ്ട്രെയിറ്റ് ലൈൻ, ഫിക്സഡ് കോസ്റ്റ്, ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്, ഇങ്ങനെ 3 പേരിലാണ് ഡിപ്രീസിയേഷനെ നമുക്കതിൽ കാണാം. അത് നോക്കാം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, എ ഫിക്സഡ് % ഓഫ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് റിട്ടേൺ ഓഫ് എവരി ഇയർ. എല്ലാ വർഷവും ഒറിജിനൽ കോസ്റ്റിന്റെ, വാങ്ങുന്ന വിലയുടെ ഒരു ഫിക്സഡ് %, ഒരു നിശ്ചിത ശതമാനം എമൗണ്ട് ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യും, എഴുതി തള്ളും. ഓരോ അസറ്റിൽ നിന്നും അതിന്റെ വാങ്ങിയ വിലയുടെ ഒരു ഫിക്സഡ് % കണ്ടിട്ട് ഓരോ വർഷവും നമ്മൾ അതിന്റെ വില അത്രയ്ക്ക് കുറയും എന്ന് നമ്മൾ കാണിക്കും. ആ കുറയുന്ന വിലയെ വിളിക്കുന്ന പേരാണ് ഇവിടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി സോ ദാറ്റ് അസറ്റ്സ് ബിക്കം 0 അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈഫ് ടൈം. ആ അസറ്റ് അങ്ങനെയാണെങ്കിൽ, അതായത് ഫിക്സഡ് % നമ്മൾ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ എന്ന പേരിൽ റൈറ്റ് ഓഫ് ചെയ്ത് പോകുകയാണെങ്കിൽ ഫിക്സഡ് അസറ്റിന്റെ വില ലൈഫ് ടൈം കഴിയുമ്പോൾ ഒന്നുകിൽ 0ന് തുല്യമാകും, അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂവിന് തുല്യമാകും. അതിന്റെ അവസാനം അതിന്റെ ബോഡിയൊക്കെ, അതൊരു അസറ്റ് ആണെങ്കിൽ അതിന്റെ പാർട്സുകളൊക്കെ കേടായതൊക്കെ ഉണ്ടാകും. ആ പാർട്സുകളൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൈസ, അതിനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയും. അപ്പൊ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പ്രകാരം ഒറിജിനൽ കോസ്റ്റിന്റെ, വാങ്ങിയ വിലയുടെ, പർച്ചേസ് പ്രൈസിന്റെ ഫിക്സഡ് % ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ എല്ലാ വർഷവും റൈറ്റ് ഓഫ് ചെയ്യും. അങ്ങനെ വരുമ്പോ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, സോ ദാറ്റ് ദ വാല്യൂ ഓഫ് അസറ്റ്സ് ബിക്കം 0 അറ്റ് ദ എൻഡ് ഓഫ് ലൈഫ് ടൈം. ലൈഫ് ടൈമില് അസറ്റിന്റെ വില എന്താകും, 0 ആകും. എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ആനുവലി കോൺസ്റ്റന്റ്. എല്ലാ വർഷവും വാങ്ങിയ വിലയുടെ ഫിക്സഡ് % ആണ്. അപ്പൊ എല്ലാ വർഷവും റൈറ്റ് ഓഫ് ചെയ്യുന്ന ഡിപ്രീസിയേഷന്റെ വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല, അത് കോൺസ്റ്റന്റ് ആയിട്ട് പോകും. ഇനി ഡിപ്രീസിയേഷൻ ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ അവിടെ ഒറിജിനൽ കോസ്റ്റിന്, ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ടൈം. അതാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ.
ഡിപ്രീസിയേഷൻ ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് വാങ്ങിയ വില മൈനസ് സ്ക്രാപ്പ് വാല്യൂ, സാൽവേജ് വാല്യൂ, ബ്രേക്ക് ഡൗൺ വാല്യൂ എന്നൊക്കെ പറയുന്നത് സെയിം ആണ്. ഡിവൈഡഡ് ബൈ ലൈഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാരണ്ടി പീരീഡ് ആണ് ഈ പറയുന്നത്. ലൈഫ് ടൈം ഒരു മെഷീൻ 10 വർഷം അതിന്റെ ഗ്യാരണ്ടിയാണ്. ആ 10 വർഷത്തെ നമ്മൾ ഗ്യാരണ്ടി പീരീഡ് എന്നാണ് പറയുക. അതാണ് ലൈഫ് ടൈം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടാനുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇതില്ലെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലത്തില് ഫിക്സഡ്, അത് പർച്ചേസ് പ്രൈസിന്റെ ഫിക്സഡ് പെർസെന്റേജ് നമ്മൾ എന്തായിട്ട് കണക്കാക്കും, ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കും. അങ്ങനെയാണ് ഫിക്സഡ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ എക്സ്പ്ലനേഷൻ തന്നെ. ഇനി എടുത്ത് നോക്കാം, അതിൽ നമ്മൾ പഠിച്ചതാണ് സ്ക്രാപ്പ് വാല്യൂ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് സ്ക്രാപ്പ് വാല്യൂ എന്നല്ലാണ്ട് വെയർ ആൻഡ് ടിയറും സ്ക്രാപ്പ് വാല്യൂ ആണ് അവിടെ ചോദിച്ചേക്കണം. അപ്പൊ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് യൂസ്ഫുൾ ലൈഫ് മാക്സിമം നമ്മൾ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് അത് വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വിലയെ വിളിക്കുന്ന പേര് സ്ക്രാപ്പ് വാല്യൂ എന്നാണ്. അപ്പോൾ എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് at the fixed asset at the end of its useful life. It is also known as salvage value, residual value, breakup value എന്നൊക്കെ അതിനെ വിളിക്കും. സ്ക്രാപ്പ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ്. ഇനി ഇതിൽ നമുക്ക് ഒരു വൺ വേർഡ് വന്നിട്ടുണ്ട്, എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ഫിക്സഡ് അസെറ്റ് ആഫ്റ്റർ ദി എൻഡ് ഓഫ് യൂസ്ഫുൾ ലൈഫ് ഈസ് നോൺ ആസ് ഡാഷ്. പക്ഷെ അവിടെ ബ്രാക്കറ്റ് തന്നേക്കുന്നതില് ബ്രേക്ക് ഡൗൺ വാല്യൂ ആണ് കിടക്കുന്നത്. ബാക്കി വാല്യൂവിന്റെ പേരൊന്നും, സ്ക്രാപ്പ് വാല്യൂ ഒന്നും ഇല്ല, റെസിഡ്വൽ വാല്യൂ ഒന്നുമില്ല, സാൽവേജ് എന്നില്ല. അവിടെ ബ്രാക്കറ്റിൽ കിടക്കുന്നത് ബ്രേക്ക് ഡൗൺ ആണ്. അപ്പൊ സ്ക്രാപ്പ് വാല്യൂവിനെ വിളിക്കുന്ന പേര് തന്നെയാണ് ഇതെന്ന്, ബ്രേക്ക് ഡൗൺ വാല്യൂ എന്ന്. അടുത്തത് സെക്കൻഡ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് കഴിഞ്ഞ് സെക്കൻഡ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് ആണ്. ഇതിൽ വന്നത് എ ഫിക്സഡ് പെർസെന്റ് ഓഫ് ബുക്ക് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. ഒരു അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം അസറ്റ് വാങ്ങുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിലും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണെങ്കിലും വാങ്ങിയ വിലയിന്മേലാണ് കാണുക. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ സെക്കൻഡ് ഇയറിൽ ബുക്ക് വാല്യൂവിന്മേലാണ് കാണുക നമ്മൾ, അല്ലാതെ പർച്ചേസ് ചെയ്ത വിലയിന്മേലല്ല. അതാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ഈ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ എമൗണ്ട് ഈസ് റെഡ്യൂസ് ഫ്രം ഇയർ ടു ഇയർ. ഓരോ വർഷം ചെല്ലും തോറും ഡിപ്രീസിയേഷന്റെ വില എന്തായിക്കൊണ്ടിരിക്കും, കുറഞ്ഞു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ അസറ്റിന്റെ വില സീറോ ആകുകയില്ല. അതാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ പറയുന്നത്. ഫിക്സഡ് മെത്തേഡിൽ അങ്ങനെയല്ല, എല്ലാ വർഷവും നമ്മൾ വാങ്ങിയ വിലയിന്മേൽ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ ലൈഫ് ടൈമിന് ശേഷം അസറ്റിന്റെ വില സീറോ ആകും. അപ്പോൾ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് ആണെങ്കിലോ കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരിക്കലും മാറ്റം വരില്ല. അതാണ് അവിടെ പ്രത്യേകത. ഇവിടെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡില് ഡിപ്രീസിയേഷൻ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത് ബുക്ക് വാല്യൂന്മേലാണ്. അതുകൊണ്ട് ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റെഡ്യൂസ് ബൈ ഇയർ ടു ഇയർ ആയിരിക്കും. ഇങ്ങനെ ബുക്ക് വാല്യൂന്മേൽ കാണുന്നത് കൊണ്ട് വാല്യൂ ഓഫ് അസെറ്റ് ഡു നോട്ട് റെഡ്യൂസ് സീറോ, അതൊരിക്കലും സീറോയ്ക്ക് പോകുകയില്ല. അവിടെ എപ്പോഴും എമൗണ്ട് ബാക്കി ഉണ്ടാവുകയും ചെയ്യും. നോക്കാം, എ ഫിക്സഡ് പെർസെന്റ് ഓഫ് ബുക്ക് വാല്യൂ of the asset written off every year, the amount of depreciation charged reducing by year to year, so the value of asset do not reduce to zero. അതാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്ന് പറഞ്ഞു. രണ്ടും ശ്രദ്ധിച്ച് പഠിക്കുക, മെത്തേഡുകൾ രണ്ടും ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്തത് അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചേക്കണതിൽ തന്നെ ഡിഫറൻസ് ഓൾറെഡി ഉണ്ട്, എന്നാലും ഒന്നും കൂടി നോക്കുക. ഡിഫറൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡില് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ സെയിം അറ്റ് എവരി ഇയർ. എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ എമൗണ്ട് സെയിം ആയിരിക്കും. ഡിമിനിഷിംഗില് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റെഡ്യൂസിങ് ഫ്രം ഇയർ ടു ഇയർ, അത് വർഷം ചെല്ലും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ അടുത്ത പോയിന്റ് വന്നത് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ഒറിജിനൽ കോസ്റ്റ്. ഡിമിനിഷിംഗില് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ബുക്ക് വാല്യൂ. അടുത്തത് പറഞ്ഞത് വാല്യൂ ഓഫ് അസെറ്റ് റെഡ്യൂസ്ഡ് ടു സീറോ ഓർ സ്ക്രാപ്പ് വാല്യൂ.
അത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് 0 ആകും, അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂവിൽ നിൽക്കും. എന്നാൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡില് വാല്യൂ ഓഫ് അസറ്റ് ഡു നോട്ട് റെഡ്യൂസ്ഡ് ടു 0. അടുത്ത പോയിന്റ് വന്നത് ദ മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ കമ്പാരിറ്റീവ്ലി ലോ വാല്യൂ ഓഫ് അസറ്റ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് യൂസ്ഫുൾ ആകുന്നത് ലോ വാല്യൂ ഓഫ് അസറ്റുകൾക്കായിരിക്കും. എക്സാമ്പിള് ഫർണിച്ചർ പോലെയുള്ള അസറ്റുകൾക്കായിരിക്കും അത് ഗുണം ചെയ്യാം. എന്നാൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് യൂസ്ഡ് ഫോർ മോർ വാല്യൂ ഓഫ് ലോങ് ലൈഫ് ഓഫ് അസറ്റ്. കൂടുതൽ കാലം ഉപയോഗിക്കുന്ന വലിയ വിലയുള്ള അസറ്റുകൾക്ക് യോജിച്ചതാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഈ ഒരു ഡിഫറൻസ് പഠിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എഴുതാൻ പറ്റും, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് വന്നു കഴിഞ്ഞാൽ അത് എഴുതാൻ പറ്റും. പിന്നെ വൺ വേർഡുകൾ കൃത്യമായിട്ട് ഈ പോയിന്റ് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന വൺ വേർഡ് ക്ലിയർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുകയും ചെയ്യും. അടുത്ത പാർട്ടാണ് നമുക്ക് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ, റിസർവ്, പ്രൊവിഷൻസ്. അങ്ങനെയാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഈ ഭാഗത്ത് കിടക്കുന്നത് റിസർവ് പിന്നെ പ്രൊവിഷൻസ് എന്നാണ്. റിസർവ് എന്നാൽ എന്താ നോക്കാം. റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ഥാപനത്തിന്റെ പ്രോഫിറ്റിൽ നിന്ന് പണം നമ്മൾ മാറ്റി വെക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റിസർവ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ്. പ്രോഫിറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റ് പല ആവശ്യങ്ങൾക്കൊന്നും പറഞ്ഞ് മാറ്റി വെക്കുന്നു. ആ ആവശ്യം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചിലപ്പോൾ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയൊക്കെ ആയിരിക്കും. ലാഭത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക മാറ്റി വെക്കുക. നമ്മളിപ്പോ ശമ്പളം കിട്ടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ നമ്മൾ കുറി വെക്കുക, LIC ഇടുക, പോസ്റ്റ് ഓഫീസിൽ RD കൂടുക, അങ്ങനെ നമ്മൾ മാറ്റി വെക്കുന്ന പോലെ പ്രോഫിറ്റ്, സ്ഥാപനം പ്രോഫിറ്റിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് റിസർവിലേക്ക് മാറ്റി വെക്കുന്നു. അതാണ് റിസർവ്. അപ്പൊ അത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. സ്ഥാപനത്തിൽ തന്നെ ആ പൈസ ഉണ്ട്, അത് വേറെ അക്കൗണ്ടിലേക്ക് മാറിയിരിക്കുന്നു എന്ന് മാത്രം. എന്നാൽ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്നത് ചെലവിനാണ്. അതാണ് പ്രൊവിഷന്റെ പ്രത്യേകത. നമ്മൾ ആന്റിസിപ്പേറ്റഡ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തില് ചിലപ്പോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ലോസുകളോ ചില എക്സ്പെൻസുകളോ വന്നാൽ നമ്മൾ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് അതിനെ പറയാ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഇനി റിസർവ് എപ്പോഴും യൂസ് ചെയ്യുന്നത് നോൺ ലാബിലിറ്റിക്കാണ്, അൺനോൺ ലാബിലിറ്റിക്കാണ്. റിസർവ് യൂസ് ചെയ്യുന്നത് അൺനോൺ ലാബിലിറ്റി ആണ്. റിസർവ് നമ്മൾ ചിലപ്പോൾ ചെലവ് ചെയ്യും, അത് എപ്പോ എന്തിനെന്ന് പറയാൻ പറ്റില്ല. നമുക്കിപ്പോ സഡൻ ആയിട്ട് ഫേമില് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ റിസർവ് ആക്കി മാറ്റി വെച്ചിരിക്കുന്ന പൈസ ഇട്ട് നമ്മൾ ചെലവ് ചെയ്യും. എന്നാൽ പ്രൊവിഷൻസിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് നോൺ ലാബിലിറ്റി ആണ്. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ അത് മാറ്റിവെക്കുക. അപ്പൊ ആവശ്യത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവിഷൻ നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ കൂട്ടും. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ഇൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ബിസിനസ്സിൽ വരുന്ന ചെലവിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ നമ്മള് പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് പണം മാറ്റി വെക്കുമ്പോൾ ചെലവ് നമ്മുടെ കൂടും. അതാണ് അവർ പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ എമൗണ്ട് ഇൻക്രീസ് ആകും റിസർവ് വരുമ്പോൾ. പ്രൊവിഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ആന്റിസിപ്പേറ്റഡ് ലോസ് അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റഡ് ലാബിലിറ്റിക്കാണ്. നമ്മൾ ഭാവിയില് ഫേമില് ഏതെങ്കിലും തരത്തില് എക്സ്പെൻസുകളോ ലോസുകളോ വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്. വന്നാൽ ചെലവ് ചെയ്യുന്ന തുകയാണ് എന്ത്, പ്രൊവിഷൻ എന്ന് പറയുന്നത്. അതാണ് മീറ്റിംഗ് ആൻഡ് ആന്റിസിപ്പേറ്റഡ് ലോസ് അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റഡ് ലാബിലിറ്റി എന്ന് പറയുന്നത്. റിസർവ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. റിസർവ് നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ യൂസ് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എന്നാൽ പ്രൊവിഷൻ ഒരിക്കലും ഡിവിഡൻഡ് ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. റിസർവ് ഡിവിഡൻഡ് ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഗിവൻ ടു ഓണേഴ്സ് ആണ് ഈ പറയുന്നത്. ഇപ്പൊ പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഗിവൻ ടു പാർട്ട്നേഴ്സിനെ വിളിക്കുന്ന പേര് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് എന്ന വാക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിള് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്കാണ്. കമ്പനിയുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും.
ആ കൊടുക്കുന്ന ഓരോ ഷെയർ ഹോൾഡേഴ്സിനും കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഷെയറിനെ വിളിക്കുന്ന പേരാണിതെന്ന് ഡിവിഡൻഡ് എന്ന് പറയും. അപ്പോൾ റിസർവ് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് അത് ഉപയോഗിക്കാം, എന്നാൽ പ്രൊവിഷൻ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്ത പോയിന്റ് വന്നത് റിസർവ് ലാബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ലാബിലിറ്റി സൈഡിലാണ് റിസർവ് കാണുക. പ്രൊവിഷൻ അസറ്റ് സൈഡിലെ അസറ്റിന്റെ വാല്യൂവിൽ നിന്നും മൈനസ് ചെയ്ത് കാണിക്കണം. ഡിഡക്ഷൻ ആണ് അവിടെ. അസറ്റിന്റെ വാല്യൂവിൽ നിന്ന് അത് മൈനസ് ചെയ്ത് കാണിക്കണം. അതാണ് റിസർവും പ്രൊവിഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ നമുക്ക് പ്രൊവിഷൻ, നിങ്ങളോട് എക്സ്പ്ലെയിൻ പ്രൊവിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. റിസർവ് ചോദിച്ചാലും എഴുതാൻ പറ്റും. റിസർവിന് എക്സാമ്പിൾ നോക്കണം. റിസർവിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർവിന്റെ എക്സാമ്പിള് കിടക്കുന്നത് നമുക്ക് ഇതാണ്. ജനറൽ റിസർവ്, റിസർവ് ഫണ്ട്, ഇതൊക്കെ റിസർവിന് എക്സാമ്പിൾ ആണ്. ജനറൽ റിസർവും റിസർവ് ഫണ്ടും റിസർവിന് എക്സാമ്പിൾ ആണ്. പ്രൊവിഷൻ എക്സാമ്പിൾ വരുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, പിന്നെ വരുന്നത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ടാക്സ് കൊടുക്കാനുള്ള പണം നേരത്തെ തന്നെ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കാം. ഇതൊക്കെ പ്രൊവിഷൻസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതിൽ നിന്ന് വൺ വേർഡ് വന്നിട്ടുണ്ട്, പിന്നെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് പ്രൊവിഷൻ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എക്സാമ്പിൾസ് ഓഫ് റിസർവ് ചോദിച്ചിട്ടുണ്ട്. കേട്ടോ, അപ്പൊ പല രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അത് ഇത്ര ഉള്ളു ശരിക്കും പഠിച്ചത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് മോഡലിൽ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ അതെന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ വരുന്നത് കൃത്യമായി മനസ്സിലാക്കണം. ഇതിന്റെ ഉള്ളിൽ ഏത് സെന്റൻസിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അത് കൃത്യമായി വായിച്ചിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. അടുത്തത്, what are the objectives or needs of providing depreciation? ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ്. എയിം എന്താണ്? ഒബ്ജക്റ്റീവ്സ് ആയാലും എയിം ആയാലും നീഡ് ആയാലും സെയിം ആൻസർ ആണ്. ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂ റിസൾട്ട് ഓഫ് ബിസിനസ്, സ്ഥാപനത്തിന്റെ യഥാർത്ഥത്തിലുള്ള ലാഭം കണ്ടുപിടിക്കുക, അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ടു പ്രസന്റ് ദ ട്രൂ ബാലൻസ് ഷീറ്റ്, സ്ഥാപനത്തിന്റെ അസറ്റുകളുടെയും ലാബിലിറ്റികളുടെയും വില എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. അപ്പൊ ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന അസറ്റിന്റെയും ലാബിലിറ്റികളുടെയും വില എന്താക്കാൻ പറ്റും? ട്രൂ ആയിട്ട്, സത്യമായിട്ടുള്ളതായിട്ട് എഴുതാനായിട്ട് നമുക്ക് പറ്റും. അടുത്ത പോയിന്റ് വന്നത് ടു റീറ്റെയിൻ ഫണ്ട് ഫോർ റീപ്ലേസ്മെന്റ്. ഡിപ്രീസിയേഷൻ എന്ന പേരിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥാപനം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഫ്ലോർ മില്ലാണെന്ന് വിചാരിക്കുക. അരി ഗോതമ്പ് സാധനങ്ങളൊക്കെ പൊടിപ്പിക്കുന്ന ഒരു ഫ്ലോർ മില്ല്. അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അവിടുത്തെ മെഷീനാണ്. ആ മെഷീന്റെ പാർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ആ പാർട്സിൽ അതിൽ ഏതെങ്കിലും ഒരു പാർട്ട് കേട് വന്നാൽ ആ സ്ഥാപനം പിന്നെ പ്രവർത്തിക്കൂല. അതുകൊണ്ട് ആ മെഷീൻ എപ്പോഴും അയാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എപ്പോഴും അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. മെഷീൻ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ എവിടെ നിന്നാണോ മെഷീൻ വാങ്ങുന്നത്, അവര് നമുക്ക് വാങ്ങുമ്പോൾ ഗ്യാരണ്ടി പീരീഡ് പറയും. അത് ലൈഫ് ടൈം ആണ് മെഷീൻ. ആ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞാൽ ആ മെഷീൻ കേടുവരും. അപ്പൊ ഒരു മെഷീൻ ഒരു ഫ്ലോർ മില്ലിലേക്ക് ഒരു ചെറിയ മെഷീൻ നമ്മൾ വാങ്ങുകയാണ്, ഒരു 10 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുകയാണ്. 10 വർഷമാണ് അതിന്റെ ഗ്യാരണ്ടി പറയണത്. 10 വർഷം കുഴപ്പമൊന്നുമില്ലാതെ ഇത് ഓടും. 10 വർഷം ഗ്യാരണ്ടി പീരീഡ് ആണ്. ആ 10 വർഷം ലൈഫ് ടൈം ആണ്. ബിസിനസ്സുകാരൻ ആ 10 ലക്ഷം രൂപ വിലയുള്ള ആ അസറ്റ് വാങ്ങിച്ചിട്ട് 10 വർഷം ഗ്യാരണ്ടി പറയുമ്പോൾ അയാള് 1 ലക്ഷം രൂപ ഒരു വർഷം ഈ വസ്തു എന്താകും? വില നശിക്കും. അത് ഈ വസ്തുവിന്റെ ഓരോ ഭാഗങ്ങള് ചീത്തയാകും, അല്ലെങ്കിൽ ഡിക്രീസ് ആവും, വാല്യൂ ഡിക്രീസ് ആവും.
അപ്പൊ അയാൾ 1,00,000 രൂപ വെച്ചിട്ട് എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ എന്ന പേരില് പണം മാറ്റിവെക്കുകയാണ് ചെയ്യുക. അങ്ങനെ മാറ്റിവെച്ച് 9 വർഷവും അയാൾ ഡെപ്പോസിറ്റ് ചെയ്യാണ്. ബാങ്കിലോ LICയിലോ എവിടെയെങ്കിലും അയാൾ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ വർഷം 1,00,000 ഡെപ്പോസിറ്റ് ചെയ്തു, രണ്ടാമത്തെ വർഷം 1,00,000 ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ഒരു വർഷം ആദ്യം ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ ഇൻട്രസ്റ്റും കൂടി അവിടെ വന്ന് കിടപ്പുണ്ടാവും. അങ്ങനെ 9 വർഷം അയാൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 9,00,000 രൂപയും അതിന്റെ ഇൻട്രസ്റ്റും അവിടെ അക്കൗണ്ടിൽ ഉണ്ടാവും. 10ാമത്തെ വർഷം ഈ അസറ്റിന്റെ കാലാവധി കഴിയുന്നത് 10ാമത്തെ വർഷവും. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാങ്കിൽ നിന്ന് ഈ പണം ഫുൾ എടുത്തിട്ട് പുതിയൊരു മെഷീൻ അയാൾക്ക് വാങ്ങാൻ പറ്റും. അതിനു വേണ്ടി അയാള് ലോൺ എടുക്കാനോ മറ്റെന്തെങ്കിലും ചെയ്ത് ഫണ്ട് കണ്ടെത്തേണ്ട ആവശ്യമില്ല. അതാണ് ഡിപ്രീസിയേഷൻ കൊണ്ട് ബിസിനസ്സുകാർക്കുള്ള ഒരു ഗുണം. അതിനു വേണ്ടിയാണ് ഡിപ്രീസിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പോയിന്റ് പറയാണ്, ടു റീറ്റെയിൻ ഫണ്ട് ഫോർ റീപ്ലേസ്മെന്റ്. പുതിയൊരു അസറ്റ് വാങ്ങി വെക്കാനുള്ള ഫണ്ട് കണ്ടെത്താൻ ഡിപ്രീസിയേഷൻ മുഖാന്തരം സഹായിക്കും. ടു അവോയ്ഡ്, അടുത്ത പോയിന്റ് ആണ്, ടു അവോയ്ഡ് എക്സസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. സ്ഥാപനത്തിന്റെ പ്രോഫിറ്റിൽ നിന്നാണ് ഈ 1,00,000 രൂപ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്നത്. അപ്പൊ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റിന്മേലാണ് ടാക്സ് കൊടുക്കുക, സ്ഥാപനത്തിന്റെ ഇൻകത്തിന്മേലാണ് ടാക്സ് കൊടുക്കുക. അപ്പൊ ഇൻകം കുറയും തോറും കൊടുക്കുന്ന ടാക്സിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ആ പോയിന്റ് പറയുന്നത്, ടു അവോയ്ഡ് എക്സസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. ലാസ്റ്റ് പോയിന്റ്, ടു ഫുൾഫിൽ ദ ലീഗൽ റിക്വയർമെന്റ്സ്. ഇത് സ്ഥാപനത്തിന്റെ നിയമപരമായ റിക്വയർമെന്റ്സ്, നിയമപരമായ ആവശ്യങ്ങള്, ലോ പ്രകാരമുള്ള കാര്യങ്ങള് ഫുൾഫിൽ ചെയ്യിക്കും. ഇതാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടുള്ള നീഡ്, എയിം അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ്. 3 ആൻസർ സെയിം ആണ്. ഇമ്പോർട്ടന്റ് ആണ്, നോക്കാം. ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂ വാല്യൂ ഓഫ്, ട്രൂ റിസൾട്ട് ഓഫ് ബിസിനസ്, ടു പ്രസന്റ് ട്രൂ ബാലൻസ് ഷീറ്റ്, ടു റീറ്റെയിൻ ഫണ്ട് ഫോർ റീപ്ലേസ്മെന്റ്, ടു അവോയ്ഡ് എക്സസ് പേയ്മെന്റ് ഓഫ് ടാക്സ്, ടു ഫുൾഫിൽ ദ ലീഗൽ റിക്വയർമെന്റ്സ്. ക്വസ്റ്റ്യൻ നോക്കണം, ഒബ്ജക്റ്റീവ്സ് വന്നാലും എയിംസ് ചോദിച്ചാലും നീഡ്സ് ചോദിച്ചാലും ആൻസർ സെയിം. അടുത്ത നമുക്ക് പ്രോബ്ലം ആണ്. ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലും അതേപോലെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലും ഡിപ്രീസിയേഷന്റെ പ്രോബ്ലം ചെയ്യാനുള്ളതാണ് കൊടുത്തേക്കണം. അതിൽ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് മെത്തേഡ് ചെയ്യാം. ഫിക്സഡ് മെത്തേഡില് പ്രോബ്ലം ചെയ്യാം. ഫിക്സഡ് മെത്തേഡില് പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ആണ്. അസറ്റിന്റെ പേര് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് എന്നാണ് പറയാം. അപ്പൊ അസറ്റിന്റെ പേര് കൊടുത്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുത്ത് എന്നിട്ട് നമ്മള് അക്കൗണ്ട് വരയ്ക്കാം. +1കാരാണ് അക്കൗണ്ട് വരയ്ക്കുമ്പോ ഫോമുകൾക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ട് വരയ്ക്കാം. അക്കൗണ്ടിന്റെ ഫോമിന് പ്രാധാന്യം കൊടുത്ത് തന്നെ വരയ്ക്കണം. കോളങ്ങൾക്ക് കുറവൊന്നും വരുത്താതെ അക്കൗണ്ടിന് പ്രാധാന്യം കൊടുത്ത് വരയ്ക്കാം. ഫോമൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്ത് വരയ്ക്കാം. അപ്പൊ ഇവിടെ ഈ കോളം ഡേറ്റ് ആണ്, ഇത് പെർട്ടിക്കുലേഴ്സ് ആണ്, ഇത് LF, ഇത് എമൗണ്ട് കോളാണ്. ഇത് ഇതേപോലെ ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ഇത് LF, ഇത് എമൗണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷന്റെ പ്രോബ്ലത്തില് വരച്ചു കൊടുക്കാം. വാങ്ങിച്ച അസറ്റിന്റെ പേര് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നാണ്. അതുകൊണ്ടാണ് അക്കൗണ്ടിന്റെ പേര് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് എടുത്തത്. ഇനി വായിക്കാം. On 1st January 2015, a company bought plant and machinery costing 45,000, spent 5,000 on its erection. 45,000 രൂപയ്ക്ക് ഒരു പ്ലാന്റ് വാങ്ങിച്ചിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടത് വെച്ചപ്പോ 5,000 രൂപ കൂടി ചെലവായി എന്നാണ്. അപ്പൊ ഒരു അസറ്റ് വാങ്ങി നമ്മുടെ സ്ഥാപനത്തിൽ എത്തിയപ്പോ അതിന്റെ വില എന്തായി? മൊത്തത്തില് നമ്മുടെ കയ്യിൽ നിന്ന് 50,000 രൂപ അങ്ങോട്ട് പോയി. 45,000 രൂപ
അസറ്റിന്റെ പൈസ 5000 രൂപ ഇറക്ഷൻ ചാർജ്. അത് വാങ്ങിയ ഡേറ്റ് 1 ജാനുവരി 2015 1 ജാനുവരി 2015 വാങ്ങിയ ഡേറ്റ്. അപ്പൊ വാങ്ങിയ ഡേറ്റ് എഴുതി, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയ പൈസ എടുത്ത് എഴുതി. ഇനി അടുത്തത് വാങ്ങിയ ഡേറ്റ് കൊടുത്ത് നമ്മള് ക്യാഷ് എന്ന് കൊടുത്ത് എത്ര രൂപ ചെലവായോ അത്രയും രൂപ എടുത്ത് എഴുതി. ഇനി പറയുന്നത് അഡീഷൻ ഈസ് മെയ്ഡ് ഇൻ 1 ജൂലൈ 2017 പുതിയതൊരെണ്ണം വാങ്ങിച്ചു എന്നാണ്. 20,000 രൂപ കൊടുത്ത് പുതിയതൊരെണ്ണം നമ്മള് വേറെ വാങ്ങിച്ചു. 2017 ജൂലൈയിലാണ് അത് വാങ്ങിച്ചത്. നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ 2015. അപ്പൊ 2015 ചെയ്യുമ്പോ നമുക്ക് 2015 കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ നോക്കാം, ഡിപ്രീസിയേഷൻ ഇസ് പ്രൊവൈഡഡ് 10% പെർ ആനം. 10% ഡിപ്രീസിയേഷൻ. അങ്ങനെ 4 വർഷത്തേക്ക് നമ്മൾ അക്കൗണ്ട് ചെയ്യണം. 4 വർഷത്തേക്കാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഒന്നാമത്തെ വർഷം 2015 ആ വർഷം അവസാനിക്കുന്ന ദിവസം ഡിസംബർ ആണ്. 31 ഡിസംബറിലാണ് ക്ലോസിംഗ് ഡേറ്റ്, ഇയർ അവസാനിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒറിജിനൽ കോസ്റ്റ് 50,000 രൂപയാണ്. ഇതിന്റെ 10% നമ്മൾ കാണേണ്ടത് 5,000 രൂപയാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ കൊടുത്തു 5,000 രൂപ. ഫസ്റ്റ് ഒറിജിനൽ കോസ്റ്റിന്മേലാണ് ഇവിടെ ഡിപ്രീസിയേഷൻ കാണേണ്ടത്. എന്നിട്ട് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്തു. 5,000 റുപ്പീസ് 50,000 എഴുതി, ഇവിടെയും എഴുതി 50,000 റുപ്പീസ് എഴുതി. മൈനസ് ചെയ്തപ്പോ 45,000 കിട്ടി. പേര് കൊടുത്തതിന് ബാലൻസ് ക്യാരി ഡൗൺ കൊടുത്ത് ഡേറ്റ് 31 ഡിസംബർ തന്നെ ടോട്ടലിന്റെ അടിയിൽ വരച്ചിട്ടു. ഇതൊക്കെ പ്രൊസീജിയർ ആണ്. ആ പ്രൊസീജിയർ അതേപോലെ തന്നെ ചെയ്യണം. അടുത്ത ഡേറ്റ് കൊടുത്ത് 1/1/16 2016 ആ ക്യാരി ഡൗൺ ചെയ്ത തുക നമ്മൾ ഇവിടേക്ക് ബ്രോ ഡൗൺ ചെയ്ത് 45,000 രൂപ കൊടുത്തു. ഇപ്പോഴും 2016 ആയിട്ടുള്ളൂ. ഇവിടെ 2017 നമ്മുടെ സംഭവം, വേറൊരു സംഭവം കിടക്കുന്നത്. 2016 ഇതിൻ്റെ ഉള്ളിൽ യാതൊരു ഈ പ്രോബ്ലത്തിൽ ഒരു കണ്ടീഷൻസും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 31/12 ഡിപ്രീസിയേഷൻ കണ്ടു. ഡിപ്രീസിയേഷൻ ഒറിജിനൽ കോസ്റ്റ് ആയതുകൊണ്ട് ഡിപ്രീസിയേഷന്റെ വിലയ്ക്ക് മാറ്റൂല. അപ്പൊ ഡിപ്രീസിയേഷൻ നമ്മൾ എഴുതി കൊടുത്ത് 5,000 രൂപ. അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്തു 45,000 രൂപ. ഇവിടെ എഴുതി 45,000 രൂപ. 45 നിന്ന് 5 കുറച്ചു 40,000 രൂപ എഴുതി. ബാലൻസ് ക്യാരി ഡൗൺ എഴുതി. ഡേറ്റിന് മാറ്റൂല. അടുത്ത വർഷം 1/1/17 നമ്മള് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്തു കൊടുത്തു. 40,000 രൂപ ബാലൻസ് നമ്മൾ ബ്രോ ഡൗൺ ചെയ്തു. 40,000 ബാലൻസ് ബ്രോ ഡൗൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ വർഷം ജൂലൈയിൽ നമ്മൾ ഒരെണ്ണം കൂടി വാങ്ങാണ്. വാങ്ങുമ്പോൾ നമ്മുടെ ഇത് പൈസ പോകും. വീണ്ടും ഡെബിറ്റ് സൈഡിൽ തന്നെ വന്ന് 1 ജൂലൈ 17 നമ്മൾ 20,000 രൂപ കൊടുത്ത് പുതിയതൊരെണ്ണം വാങ്ങി. ഇപ്പൊ നമ്മളില് 2 മെഷീൻ ഉണ്ട് അല്ലെ. അപ്പൊ ഡിപ്രീസിയേഷൻ 2 എണ്ണത്തിന്റെ കാണണം നമ്മൾ. അപ്പൊ ഫസ്റ്റിന്റെ ഡിപ്രീസിയേഷൻ ഡേറ്റ് 31/12/2017 ഓരോ വർഷത്തെ അവസാനത്തെ ഡേറ്റിലാണ് ചെയ്യുക. 31 ഡിസംബർ 2017 ആണത്. ഡിപ്രീസിയേഷൻ ഫസ്റ്റ് വണ്ണിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് 5,000. ഡിപ്രീസിയേഷൻ രണ്ടാമത്തെ മെഷീനറിയുടെ
ഇത് ഒന്നാമത്തെ മെഷീനറിയുടെ ആണ്. രണ്ടാമത്തെ മെഷീനറി വാങ്ങിച്ചേക്കുന്നത് 20,000 രൂപയുടെ. ഡിപ്രീസിയേഷൻ 10% ആണ്. വാങ്ങിയത് ജൂലൈയിലായതുകൊണ്ട് ജൂലൈ മുതൽ എണ്ണണം. ജൂലൈയിലാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസം ഇൻറ്റു 6/12. അപ്പൊ 1000 രൂപയാണ് ഡിപ്രീസിയേഷൻ വരും. ആ 1000 രൂപ ഡിപ്രീസിയേഷൻ എഴുതി കൊടുത്തു. ഇത് നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കുക, ഇവിടെ ഇന്നർ കോളത്തിൽ എഴുതാം. 1000 രൂപ ഇവിടെ എഴുതാം. എന്നിട്ട് രണ്ടും കൂടിയും ആഡ് ചെയ്തിട്ട് 6000 രൂപ കൊടുക്കാം. 6000 രൂപ കൊടുക്കാം. രണ്ടും കൂടിയും ആഡ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. 31 ഡിസംബർ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ഇത് ടോട്ടൽ ചെയ്തപ്പോ 60,000 രൂപ വന്ന്, ഇത് ടോട്ടൽ ചെയ്തപ്പോ 60,000 രൂപ വന്ന്. ഈ 60,000-ൽ നിന്ന് 6000 കുറച്ചപ്പോ 54,000 രൂപ. പേര് കൊടുത്തു. ബാലൻസ് ക്യാരി ഡൗൺ. ക്ലോസിംഗ് ഡേറ്റിന് മാറ്റില്ല. ഇനി അതിന് വീണ്ടും എന്ത് ചെയ്തു കൊടുക്കുക, 2018 1/1/18 ബാലൻസ് ബ്രോ ഡൗൺ ചെയ്ത് 54,000 രൂപ എഴുതാം. 31/12 ഡിപ്രീസിയേഷൻ കാണാം. ഇതിൽ നമ്മള് ഇത് 50,000 വാങ്ങിയത് ഫസ്റ്റ് മെഷീന്റെ വില. ഫസ്റ്റ് മെഷീൻ 50,000 ആണ് വാങ്ങിയത്. സെക്കൻഡ് മെഷീൻ വാങ്ങിയത് 20,000 രൂപയാണ്. അപ്പോ ആകെ മെഷീന്റെ വാങ്ങിയ വില 70,000 ആണ്. അപ്പൊ 70,000-ന്റെ 10% 70,000 ഇൻറ്റു 10/100 7,000 രൂപയാണ് വരിക. സാധാരണ പോലെ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഇവിടെ 54,000 വരും. ഇവിടെയും 54,000 വന്നു. ഇനി 54,000-ൽ നിന്ന് 7 മൈനസ് ചെയ്ത് കൊടുത്ത് ഇവിടെ കിട്ടി നമുക്ക് 47,000 കിട്ടി. പേര് കൊടുത്തതിന് ബാലൻസ് ക്യാരി ഡൗൺ. ഇതിന് നെക്സ്റ്റ് ഇയറിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കണം, ബ്രോ ഡൗൺ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഇയറിലേക്ക് ഇവിടെ ബ്രോ ഡൗൺ എന്നും പറഞ്ഞ് നമ്മൾ ഈ തുക എടുത്ത് എഴുതി കൊടുക്കണം. അങ്ങനെയാണ് ഫിക്സഡ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണും. നോക്കുക, പർച്ചേസ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് 50,000 ആണ്. പർച്ചേസ് ചെയ്യുമ്പോൾ എമൗണ്ട് പോകുന്നത് കൊണ്ട് ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് കോളത്തേക്ക് കൊടുത്ത് പൈസ പോകും. ക്യാഷ് ആണ് ഗോയിങ് ചെയ്യണം. പേയ്മെന്റ് ക്യാഷ് ആയതുകൊണ്ട് ഡെബിറ്റ് ക്യാഷ്, ഡേറ്റ്, പർച്ചേസ് ഡേറ്റ്, പർച്ചേസ് എമൗണ്ട് ഡെബിറ്റ് ചെയ്തു. ക്ലോസിംഗ് ഡേറ്റിലെ ഡിപ്രീസിയേഷൻ, ഇൻ ക്ലോസിംഗ് ഡേറ്റ് ഡിപ്രീസിയേഷൻ ഈസ് ക്രെഡിറ്റഡ്. പർച്ചേസ് പ്രൈസ് ഇൻറ്റു 10% ആണ്. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്തു. ബാലൻസ് ക്യാരി ഡൗൺ കിട്ടി 45,000. ദാറ്റ് ക്യാരി ഡൗൺ ബാലൻസ് ഈസ് ബ്രോഡ് ഫോർവേഡ് ചെയ്തു നെക്സ്റ്റ് ഇയറിലേക്ക്. ദെൻ ഡിപ്രീസിയേഷൻ ക്ലോസിംഗ് ഡേറ്റിൽ കാണുന്നു. ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് ഡിപ്രീസിയേഷന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. 5,000 എഴുതി ബാലൻസ് ചെയ്തു. അങ്ങനെ നമ്മൾ മാറ്റങ്ങളൊന്നുമില്ലാതെ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്തു. ഇൻ തേർഡ് ഇയറിൽ അനദർ മെഷീനറി പർച്ചേസ്ഡ് 20,000. അപ്പോ ഡിപ്രീസിയേഷൻ, there are 2 machines. ഫേമിന്റെ കയ്യിൽ there are 2 machines. So depreciation is provided in 2 machines. അല്ലേ? അപ്പൊ അവിടെ ഡിപ്രീസിയേഷൻ ഫസ്റ്റ് വൺ 5,000. ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കോൺസ്റ്റന്റ് ആണ് 5,000. സെക്കൻഡ് വൺ പർച്ചേസ് ചെയ്തത് ജൂലൈ ആയതുകൊണ്ട് ജൂലൈ ടു ഡിസംബർ ആണ് ഡിപ്രീസിയേഷൻ എടുക്കേണ്ടത്. ജൂലൈ ടു ഡിസംബർ 6 months ആണ് ഡിപ്രീസിയേഷൻ 1000. അപ്പോ രണ്ടിന്റെയും കൂടി ഡിപ്രീസിയേഷൻ നമ്മൾ എടുത്തു 6,000. അക്കൗണ്ട് ബാലൻസ് ചെയ്തു. ക്യാരി ഡൗൺ കിട്ടി 54,000. then brought forward in next year 54,000 brought forward ചെയ്തു. in the end of the year depreciation is provided. Total purchase price of the 2 machine 50,000 plus 20,000 70,000 ആണ് ടോട്ടൽ പർച്ചേസ് പ്രൈസ്.
70,000 ഇൻറ്റു 10/100 എഴുതി, then ബാലൻസ്. അപ്പോൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണുന്നത് ഇങ്ങനെയാണ്. കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ച് കേട്ട് ഡിപ്രീസിയേഷൻ ചെയ്ത് പഠിക്കാം. അടുത്തത് വീണ്ടും പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് റിട്ടേൺ ഡൗൺ വാല്യൂ ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് സെക്കൻഡ് മെത്തേഡ് ആണ്. സെക്കൻഡ് മെത്തേഡില് പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ പോലെ തന്നെ അക്കൗണ്ട് വരയ്ക്കാം. സാധാരണ പോലെ തന്നെ അക്കൗണ്ടിന്റെ പേര്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട്. ആ കോളങ്ങൾക്കൊന്നും ഒരു മാറ്റമൊന്നുമില്ല. അക്കൗണ്ടിന്റെ പേര് നിർബന്ധമാണ്, കമ്പൽസറി ആണ് അക്കൗണ്ടിന്റെ നെയിം. നേരത്തെ ചെയ്ത പോലെ സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് 1/1/15 തുടങ്ങുന്നത്. 15 നമ്മുടെ ഫേമിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പേയ്മെന്റ് ആണ്. 50,000 റുപ്പീസിന്റെ പർച്ചേസ് ചെയ്തു. മെഷീൻ വാങ്ങിച്ചത് 50,000 റുപ്പീസ് ആണ്. 31st ഡിസംബറില് ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. വാങ്ങിയ വിലയുടെ 50,000ന്റെ 50,000 ഇൻറ്റു 10/100 ആണ് ഈക്വൽ ടു 5,000 റുപ്പീസ്. Then account is balanced. 50,000 total amount. 50,000 total. Then reduced by 5,000. 45,000 balance. Carry down, date same. Then brought down the balance. 1/1/16. Balance brought down 45,000. Next depreciation calculate ചെയ്യാ. Depreciation സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബുക്ക് വാല്യൂവിന്റെ 10% ആണ്. സെക്കൻഡ് മെത്തേഡില് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡില് ഡിപ്രീസിയേഷൻ കാണുന്നത് ബുക്ക് വാല്യൂവിന്മേലാണ്. അപ്പൊ ബുക്ക് വാല്യൂ 45,000 ഇൻറ്റു 10/100 4,500 ആണ്. then അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. 45,000 ടോട്ടൽ ട്രാൻസ്ഫേർഡ് ടു ക്രെഡിറ്റ് സൈഡ്. then ബാലൻസ് ചെയ്യുമ്പോൾ 40,500 കിട്ടി. ബാലൻസ് ക്യാരി ഡൗൺ, അതിന് എമൗണ്ട് പേര് കൊടുത്തു. ഡേറ്റിന് മാറ്റില്ല. 1st January 17 ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ചെയ്തു 40,500. ദിസ് ഇയർ 1st ജൂലൈയില് 17 നമ്മൾ അനദർ മെഷീനറി പർച്ചേസ്ഡ് 20,000 അനദർ മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇതിൽ 2 മെഷീൻസ് ആണ് നമ്മുടെ ഇൻ ഹാൻഡിലുള്ളത്. 2 മെഷീൻസിന് ക്രെഡിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. 2 മെഷീൻസിനും ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഡേറ്റ് 31st ഡിസംബറിൽ 17 31 ഡിസംബർ, അതാത് വർഷം ക്ലോസിംഗ് ഡേറ്റ് ആണ് വരുന്നത്. ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചു. ഡിപ്രീസിയേഷൻ ഇവിടുത്തെ ബുക്ക് വാല്യൂ 40,000 ആണ്. ഡിപ്രീസിയേഷൻ നമ്മള് ഡിസംബർ 1917 ഡിപ്രീസിയേഷൻ കാണുന്നത് ഫസ്റ്റ് മെഷീന്റെ 40,500 ഇൻറ്റു 10/100 4,500. സെക്കൻഡ് വൺ 20,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 1000. ടോട്ടല് 5,500 ആണ് ഇവിടെ ഡിപ്രീസിയേഷൻ വരിക. ഡിപ്രീസിയേഷൻ 5,500.
അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ 60,500 ഇവിടെയും കൊടുത്ത് 60,500. ഇതിൽ നിന്ന് 5,500 മൈനസ് ചെയ്യുമ്പോൾ 55,000. പേര് കൊടുത്തതിന് ബാലൻസ് ക്യാരി ഡൗൺ ആണ്, ഡേറ്റ് സെയിം ആണ്. നെക്സ്റ്റ് 1 ജനുവരി 18 ബാലൻസ് നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്തു 55,000. ഇനി 31 ഡിസംബറിൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബുക്ക് വാല്യൂന്മേൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. 55,000 ഇൻറ്റു 10/100. 55,000 ഇൻറ്റു 10/100 വീണ്ടും വന്ന് 5,500. 3,500 55,000 ഡിപ്രീസിയേഷൻ വന്ന് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്തു 55,000 total is transferred to credit side. Then balance ചെയ്യാം 49,500 വന്ന് പേര് കൊടുക്കുക ബാലൻസ് ക്യാരിഡ്. ഇതാണ് ഒരു ഫസ്റ്റ് ആ പ്രോബ്ലം തന്നെ നമ്മൾ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് ചെയ്യുമ്പോൾ വരിക. ഇവിടെ ബുക്ക് വാല്യൂന്മേലാണ് കണ്ട, ഫസ്റ്റ് വാങ്ങിയ വിലന്മേൽ കണ്ടു, സെക്കൻഡ് ബുക്ക് വാല്യൂന്മേൽ കണ്ടു, തേർഡ് ബുക്ക് വാല്യൂന്മേൽ വന്നു. ബുക്ക് വാല്യൂന്മേലാണ് ഫസ്റ്റ് ഇയർ ബുക്ക് വാല്യൂന്മേൽ, ഫസ്റ്റ് മെഷീന്റെ ബുക്ക് വാല്യൂന്മേൽ കണ്ടു. സെക്കൻഡ് മെഷീൻ പർച്ചേസ് ചെയ്തിട്ട് 6 months യൂസ് ചെയ്തതുകൊണ്ട് 6 months ഡിപ്രീസിയേഷൻ, രണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ട് എഴുതി. തേർഡ് വർഷം അതായത് 4th ഇയറിൽ എത്തിയപ്പോൾ വീണ്ടും ബുക്ക് വാല്യൂ ആണ് 55,000. 55,000 ബുക്ക് വാല്യൂന്മേൽ കണ്ടു, അക്കൗണ്ട് ബാലൻസ് ചെയ്തു. ഇതാണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിൽ സാധാ ഒരു പ്രോബ്ലം, അതായത് ഒരു ജനറൽ പ്രോബ്ലം വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ നമ്മൾ ചെയ്യുന്നത്. അടുത്തത് മറ്റൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. 1 January 2015, അവിടെ 1 January 2015 ആണ്. Sigma Limited bought machinery for rupees 56,000, paid 4,000 on carriage and erection. അപ്പൊ വാങ്ങിയ വില 1 January 2015 മെഷീനറി നമ്മൾ വാങ്ങിയത് 60,000 റുപ്പീസിനാണ്. അപ്പൊ 60,000 റുപ്പീസ് ആണ് വാങ്ങിയ വില. 2016 അവര് വേറൊരു മെഷീനും കൂടി പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ on 1st July 2017 അനദർ മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട് 17,000. അതിന് 3,000 അവര് എമൗണ്ട് ചെലവ് ചെയ്തു. അപ്പൊ അവിടെ 20,000 റുപ്പീസ് ആയത്. ഈ മെഷീൻ ജൂലൈയിൽ വാങ്ങിച്ച ഈ മെഷീൻ അവര് on 1st July 2018 the machinery bought on 1st July 2017 is sold for rupees 16,500. അവര് വിറ്റു. എന്നിട്ട് ഡിപ്രീസിയേഷൻ ഇസ് പ്രൊവൈഡഡ് 10% per annum. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് 31st December ആണ്. നിങ്ങൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ചെയ്യണം. അതായത് മെഷീനറി അക്കൗണ്ട് ഫിക്സഡ് മെത്തേഡും കാണണം, ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡും കാണണം. അവിടെ നമ്മള് ഫസ്റ്റ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ മെഷീനറി അക്കൗണ്ട് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡില് മെഷീനറി അക്കൗണ്ട് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡാണ് മെഷീനറി അക്കൗണ്ട് ചെയ്ത്. അവിടെ വായിച്ചു നോക്കാം. മെഷീനറി അക്കൗണ്ടില് 1st January 15
ബോട്ട് മെഷീനറി 56,000 പെയ്ഡ് 4,000 ക്യാരേജ്. അപ്പൊ 60,000 ആണ് മെഷീനറിയുടെ വാല്യൂ. അപ്പൊ നമ്മള് 1st January 15 നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി 60,000 റുപ്പീസ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. അതായത് 56,000 വാല്യൂ 4,000 ക്യാരേജ്, അങ്ങനെ 60,000 നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി അതിന് 10% ഡിപ്രീസിയേഷൻ ആയതുകൊണ്ട് ക്ലോസിംഗ് ഡേറ്റ് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 31 ഡിസംബർ ആണ്. അല്ലെങ്കിലും ജനുവരിയുടെ ക്ലോസിംഗ് ഡേറ്റ് 31 ഡിസംബർ ആണ്. ഡേറ്റ് കൊടുത്തു. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. 60,000 ഇൻറ്റു 10/100 ആണ്. 6,000 ആണ് ഡിപ്രീസിയേഷൻ. 6,000 ഡിപ്രീസിയേഷൻ ആണ്. നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. 60,000 ടോട്ടൽ ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്തു. എന്നിട്ട് അത് ബാലൻസ് ചെയ്തു. ക്യാരി ഡൗൺ എടുത്ത് 60,000 മൈനസ് 6,000 54,000 കിട്ടി. ഡേറ്റ് രണ്ടിന്റെ സെയിം ആണ്. ആ ഡേറ്റ് നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ബ്രോഡ് ഫോർവേഡ് ആണ് ചെയ്യാം. ബ്രോഡ് ഡൗൺ ചെയ്തു, ബ്രോഡ് ഫോർവേഡ് ചെയ്തു 54,000. ഇനി ഈ വർഷം അവര് 2016 ജനുവരിയിൽ 30,000 റുപ്പീസിന് വേറൊരു മെഷീൻ വാങ്ങുന്നുണ്ട്, സെക്കൻഡ് മെഷീൻ വാങ്ങുന്നുണ്ട് അവര്. അപ്പൊ വാങ്ങിയപ്പോ അവിടെ നമുക്ക് പർച്ചേസ് ആയതുകൊണ്ട് ഡേറ്റ് സെയിം ആണ്. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി 30,000 റുപ്പീസ് ആണ്. 31 ഡിസംബറില് ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് വണ്ട ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം കോൺസ്റ്റന്റ് ആണ്, മാറൂല, കോൺസ്റ്റന്റ് ആണ്, അത് റിമൈൻ ചേഞ്ച് ചെയ്യില്ല അല്ലെ, റിമൈൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോ സെക്കൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ വരുന്നത് 30,000 ഇൻറ്റു 10/100 3,000 ആണ്. ആഡ് ചെയ്തു 9,000 കൊടുത്തു. ഇവിടെ ഫസ്റ്റ് മെഷീനറിയുടെ 6,000 മാറ്റൂല. സെക്കൻഡ് മെഷീനറി 30,000 10% 3,000 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. 30,000 84,000 ടോട്ടൽ വന്നു. ടോട്ടല് 84,000 ആണ്. 84,000 ടോട്ടൽ വന്നു. ഈ ടോട്ടല് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതിൽ നിന്ന് 9,000 മൈനസ് ചെയ്യണം. അപ്പോ 4,000 പോയി 75,000 കിട്ടി. പേര് കൊടുത്തതിന് ബാലൻസ് ക്യാരി ഡൗൺ കൊടുത്തു. ഈ ക്യാരി ഡൗൺ കൊടുക്കുന്ന ഡേറ്റ് 31 ഡിസംബർ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. നെക്സ്റ്റ് ഇയറിലേക്ക് അതിനെ ബ്രോ ഡൗൺ ചെയ്തു. 17ലേക്ക് ബ്രോ ഡൗൺ ചെയ്തു നമ്മൾ ആ തുക. ബാലൻസ് ബ്രോ ഡൗൺ ചെയ്തു. അത് 75,000 ബ്രോ ഡൗൺ ചെയ്തു. ഈ വർഷം നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ഉണ്ടോ നോക്കാം. 1st July 17 സെക്കൻഡ് ഹാൻഡ് മെഷീനറി ബോട്ടാണ്. 20,000 ആണ് അതിന് ചെലവായത്. അപ്പൊ നമ്മള് ക്യാഷ് കൊടുത്തു. ഇവിടെ 1st July ആണ്, 1st ജൂലൈയിലാണ് ക്യാഷ് കൊടുത്തു. ചെലവായത് എക്സ്പെൻസ് വന്നത്, പേയ്മെന്റ് വന്നത് 20,000 ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോ 3 മെഷീൻ ഉണ്ട്. ഫസ്റ്റ് വൺ വാങ്ങിച്ച 60,000, സെക്കൻഡ് വൺ വാങ്ങിച്ച 30,000, തേർഡ് വൺ വാങ്ങിച്ച 20,000. ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതുമ്പോൾ 3 ഡിപ്രീസിയേഷൻ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഡിപ്രീസിയേഷന്റെ എമൗണ്ട് ആണ് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഡിപ്രീസിയേഷൻ എമൗണ്ട് 3,000 ആണ്. ഫസ്റ്റ് ഡിപ്രീസിയേഷന്റെ എമൗണ്ട് 6,000 ആണ്. സെക്കൻഡ് ഡിപ്രീസിയേഷന്റെ എമൗണ്ട് 3,000 ആണ്. പ്ലസ് തേർഡ് ഡിപ്രീസിയേഷന്റെ എമൗണ്ട് 20,000 ഇൻറ്റു 10/100
ഇൻറ്റു 6/12 ആണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് 1000 ആണ്. ഇതിന്റെ ഹാഫ് ഇയറിലേക്ക് മതി. ജൂലൈയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസത്തേക്ക് എടുത്താൽ മതി. 6/12. അപ്പൊ അത് കിട്ടുന്നത് 1000 ആണ്. അപ്പൊ ഡിപ്രീസിയേഷന്റെ മൊത്തം വില വരുന്നത് 10,000 റുപ്പീസ് ആണ് വരിക. അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 95,000 വന്നു, ഇവിടെ 95,000 വന്നു. മൈനസ് ചെയ്യുമ്പോൾ 85,000 കിട്ടി. പേര് കൊടുത്തു, ബാലൻസ് ക്യാരി ഡൗൺ കൊടുത്തു, ഇയർ മാറ്റും. അടുത്തത് 1/1/18 ചെയ്യുമ്പോൾ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്തു. അത് 85,000 ആണ് ബ്രോ ഡൗൺ ചെയ്ത. ഇവിടെ ഇവര് പറയുന്നത് ഓൺ 1st ജൂലൈയിൽ സെക്കൻഡ് ഹാൻഡ് മെഷീനറി വാങ്ങിച്ചു. ഒപ്പം ഓൺ 1st ജൂലൈ 2008 മെഷീനറി ബോട്ട് 1st ജൂലൈ സോൾഡ്. ഈ 1st ജൂലൈയിൽ വാങ്ങിച്ച മെഷീനറി അടുത്ത ജൂലൈ എത്തിയപ്പോ അവരെന്ത് ചെയ്തു? 16,500 രൂപയ്ക്ക് വിറ്റു. അപ്പൊ നോക്ക് നിങ്ങള്, ഫസ്റ്റ് ഇയറിൽ പർച്ചേസ് ചെയ്തത് 1st ജൂലൈ 17 20,000 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്തു. ലെസ് ഹാഫ് ഇയർ ഡിപ്രീസിയേഷൻ നമ്മൾ അതിൽ നിന്ന് മൈനസ് ചെയ്തപ്പോ 1000 റുപ്പീസ് മൈനസ് ചെയ്തു, 19,000 കിട്ടി അല്ലെ. വീണ്ടും വരുന്നത് ഹാഫ് ഇയർ ഡിപ്രീസിയേഷൻ ആണ്. ഹാഫ് ഇയർ ഡിപ്രീസിയേഷൻ ആണ് വരിക. അതും ഒറിജിനൽ കോസ്റ്റിന്റെ തന്നെയാണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് 1000 തന്നെ വരും അല്ലെ. ഇത് വരുന്നത് 20,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 ആണ്. ഇതും വരുന്നത് 20,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 തന്നെ. 1000 തന്നെയാണ് ഇവിടെയും ഡിപ്രീസിയേഷൻ വരിക. മൈനസ് ചെയ്തപ്പോ 18,000 റുപ്പീസ് ആണ് അതിന്റെ വാല്യൂ. 18,000 റുപ്പീസ് വാല്യൂ ഉള്ള അസറ്റ് വിൽക്കുന്നത്, അതിന്റെ സെയിൽ വാല്യൂ എന്ന് പറയുന്നത് 16,500 ആണ്. 1,500 അവിടെ ലോസ് ആണ് നമുക്ക് വരുന്നത്. ലോസ് ആണ്. എന്താ, 18,000 റുപ്പീസ് വാല്യൂ ഉള്ള അസറ്റിന് നമുക്ക് കിട്ടിയത് 16,500 ആണ്. 1,500 നമുക്ക് ലോസ് ആണ്. ആ ലോസ് നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഇവിടെ ഇനിയിപ്പോ സെക്കൻഡ് ഇയറിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കും. വിൽക്കുന്ന മെഷീനറിയുടെ മാത്രം. 1st ജൂലൈയിലാണ് വിൽക്കുന്നത്. വിൽക്കുന്ന മെഷീനറിയുടെ മാത്രം നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ 1000 റുപ്പീസ് ആണ് ഡിപ്രീസിയേഷൻ നമ്മൾ എഴുതുന്നത്. 20,000ന്റെ 10% മാത്രം. 20,000 ഇൻറ്റു 10% 1000 രൂപ വരും. ഇനി വിറ്റ് കിട്ടിയ പൈസ 16,500 റെക്കോർഡ് ചെയ്തു. പിന്നെ നമ്മൾ ഈ ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് ഇയറിൽ വിൽക്കുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്തു. വിറ്റ് കിട്ടിയ പൈസ റെക്കോർഡ് ചെയ്തു. ലോസും റെക്കോർഡ് ചെയ്തു. ലോസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് ലോസിന്റെ 1,500 റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ഇപ്പൊ ജൂലൈയില് ഫസ്റ്റ് ആ മെഷീനറി വാങ്ങിച്ച മെഷീനറി 20,000ന്റെ 1917 വാങ്ങിച്ച മെഷീനറി വിൽക്കുന്നതിന്റെ പ്രൊസീജിയർ 3 കഴിഞ്ഞു. ഡിപ്രീസിയേഷൻ എഴുതി, വിറ്റ് കിട്ടിയ പൈസ എഴുതി, പിന്നെ ലോസ് വന്നതും കാണിച്ചു. ഇനി നമ്മൾ എഴുതേണ്ടത് 31st ഡിസംബറിൽ നമ്മുടെ കയ്യിൽ 2 എണ്ണം ഉണ്ട്. വിൽക്കാത്ത 2 മെഷീനറി ഉണ്ട്. 60,000 രൂപയ്ക്ക് വാങ്ങിച്ച മെഷീനറി ഉണ്ട്, 30,000 രൂപയ്ക്ക് വാങ്ങിച്ച മെഷീനറി ഉണ്ട്. അതിന്റെ 2 പേരുടെയും ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഡിപ്രീസിയേഷൻ ഫസ്റ്റ് മെഷീനറിയുടെ 6,000 രൂപ, 60,000 രൂപയുടെ മെഷീനറിയുടെ 6,000, 30,000 രൂപയുടെ മെഷീനറിയുടെ 3,000 രൂപ. അങ്ങനെ 9,000 രൂപ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് വിൽക്കാതെ കിടക്കുന്ന 2 മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ. അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. 85,000,
ടോട്ടല് 85,000 ടോട്ടൽ വാല്യൂ കൊടുക്കുക. ഇതിൽ നിന്ന് എമൗണ്ട് മൈനസ് ചെയ്യുക. 28,000 രൂപ മൈനസ് ചെയ്യാം. 85,000 മൈനസ് 28,000 0. $57,000 ബാലൻസ് ക്യാരി ഡൗൺ കിട്ടും. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ ഇത്തരത്തിലൊരു പ്രോബ്ലം വന്നാൽ ചെയ്യേണ്ടത്. ഇത് എത്ര പർച്ചേസ് ഉണ്ട് നോക്ക്. ഫസ്റ്റ് പർച്ചേസ് ഉണ്ട്, സെക്കൻഡ് ഇയറിൽ വീണ്ടും പർച്ചേസ്, തേർഡ് ഇയറിൽ വീണ്ടും പർച്ചേസ്, ഫോർത്ത് ഇയറിൽ തേർഡ് ഇയർ വാങ്ങിയ അസെറ്റ് വിൽക്കുന്നതിന്റെ പ്രൊസീജിയറും ഉണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ എസ്എ ടൈപ്പിന്റെ മോഡലിലും വരാം. ഡബിൾ കോളം ക്യാഷ് ബുക്കിന് പകരം ഡിപ്രീസിയേഷന്റെ, അതായത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നിന്ന് ഒരു അസെറ്റ് അക്കൗണ്ട് നമുക്ക് ചോദിക്കാം. ഇതാണ് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് വരുന്നത്. ഇത് മാക്സിമം അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഡിപ്രീസിയേഷനിലെ പ്രോബ്ലം ആണ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലെ പ്രോബ്ലം. ഇതുപോലെ തന്നെ നമ്മൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് പ്രകാരം നമുക്ക് കണ്ടുപിടിക്കാം. മെഷീനറി അക്കൗണ്ട് ആണ് ചെയ്യുന്നത്. സെക്കൻഡ് മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ ചെയ്യാം. പ്രോബ്ലം സെയിം ആയതുകൊണ്ട് ഡേറ്റ് 1/1/2015 ആണ്. ഫസ്റ്റ് തന്നെ വാങ്ങിയ ഡിപ്രീസിയേഷൻ അസെറ്റിന്റെ വില 60,000 ആണ്. ആ വർഷത്തെ ഡിപ്രീസിയേഷൻ പ്രൊസീജിയറിന് ഒരു മാറ്റം ഇല്ലാത്തത് കൊണ്ട് ഡിപ്രീസിയേഷൻ 6,000 തന്നെയാ വരിക. 10% 6,000 വരും. അവിടെ നമുക്ക് യാതൊരു മാറ്റവും ഇല്ല. ഏത് മെത്തേഡ് ആയാലും ഫസ്റ്റ് ഇയറിൽ യാതൊരു മാറ്റവും ഇല്ല. സെയിം മോഡലിൽ തന്നെ ചെയ്തു വയ്ക്കാം. ഇവിടെ 54,000 ആണ് വരിക. പേര് കൊടുക്കതിന് ബാലൻസ് ക്യാരി ഡൗൺ ആണ്. ഡേറ്റിന് മാറ്റമില്ല. അടുത്തത് 1/1/16 ബാലൻസ് ബ്രോ ഡൗൺ എടുക്കുക. 54,000 രൂപ. ഈ വർഷം സെയിം ഡേറ്റില് ഒരു പുതിയ മെഷീനറി അവർ വാങ്ങുന്നുണ്ട്. 30,000 രൂപയുടെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക. 31/12 31 ഡിസംബറില് ഡിപ്രീസിയേഷൻ ഫസ്റ്റ് വണ്ണിന്റെ 54,000 54,000 ഇൻറ്റു 10/100 5,400 ഡിപ്രീസിയേഷൻ ഒന്നാമത്തതിന്റെ 5,400 ഡിപ്രീസിയേഷൻ രണ്ടാമത്തതിന്റെ 30,000 ഇൻറ്റു 10/100 3,000 കൂട്ടിട 8,400. അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. സാധാരണ ബാലൻസ് ചെയ്യണ പോലെ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. 84,000 ആണ് ടോട്ടൽ വരിക. 84,000 ടോട്ടൽ വരും. 84,000 മൈനസ് 8,400 00657 75,600 കൊടുക്കുക. ബാലൻസ് ബ്രോ ഡൗൺ എഴുതാം. ഡേറ്റ് കൊടുക്കുക. നെക്സ്റ്റ് ഇയറിൽ വീണ്ടും കൊടുക്കുക. ഫസ്റ്റ് വൺ 17 ബാലൻസ് ബ്രോ ഡൗൺ എഴുതാം. 75,600. ഇവിടെ ഫസ്റ്റ് ജൂലൈയിൽ ഒരു മെഷീനറി പുതിയത് വാങ്ങുന്നുണ്ട്.
20,000 രൂപയ്ക്ക് വാങ്ങുന്നുണ്ട്. ഇപ്പൊ 3 ഡിപ്രീസിയേഷൻ കാണാൻ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മുടെ കയ്യിൽ 3 മെഷീനാണ് ഉള്ളത്. ഡിപ്രീസിയേഷൻ കാണുമ്പോൾ ഇവിടെ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് ആയതുകൊണ്ട് 2000 ഡിപ്രീസിയേഷൻ 17 75,600 into 10/100 7,560. പിന്നെ 20,000 into 10/100 into 6/12 1000. അപ്പോൾ 8,560. ഡിപ്രീസിയേഷൻ കൊടുത്ത് 8,560. അക്കൗണ്ട് ബാലൻസ് ചെയ്തു 95,600. 95,600 മൈനസ് ചെയ്യുക. 95,600 മൈനസ് 8560 04078 87,040. ഇത് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യാം. നെക്സ്റ്റ് ഇയറിലേക്ക് 1/1/18 ബാലൻസ് ബ്രോ ഡൗൺ കൊടുക്കുക 87,040. ഇനി ഡിപ്രീസിയേഷൻ കാണാം. 31st ഇവിടെ 1st ജൂലൈയിൽ ഇത് വിൽക്കുന്നുണ്ട്. 1st ജൂലൈയിൽ അവര് ഡിപ്രീസിയേഷൻ തേർഡ് ടൈം വാങ്ങിച്ച മെഷീനറി അവർ വിൽക്കുന്നുണ്ട്. അപ്പൊ വിൽക്കുന്നതിന്റെ മാത്രം നമ്മൾ നോക്കുക. ഇനി വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാഷ് 16,500 രൂപയാണ്. ഇനി ഈ വർഷത്തെ ആ ടൈമിലെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞത് നമ്മള് പ്രോബ്ലം നോക്കുക. നിങ്ങള് ഇത് ഫിക്സഡ് മെത്തേഡിന്റെ കാൽക്കുലേഷൻ ആണ്. ഇനി ഇത് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിന്റെ കാൽക്കുലേഷൻ ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് ആണ്. ചെയ്യുമ്പോൾ നോക്കാം. 20,000 രൂപയ്ക്കാണ് നമ്മൾ മെഷീനറി വാങ്ങിച്ചത് അല്ലെ. പർച്ചേസ് പ്രൈസ് കിടക്കുന്നത് 20,000 ആണ്. ഇതിന് ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ, അതിന്റെ ആദ്യത്തെ ഡിപ്രീസിയേഷൻ, ഫസ്റ്റ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 1000 റുപ്പീസ് ആണ്. മൈനസ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ 19,000 ആണ്. വീണ്ടും സെക്കൻഡ് ഡിപ്രീസിയേഷൻ ഉണ്ട്. സെക്കൻഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞത് വീണ്ടും 1000 ആണ് 6 മാസത്തേക്ക് തന്നെ. സെക്കൻഡ് ഡിപ്രീസിയേഷൻ നമ്മൾ ജനുവരി മുതൽ അയാൾ യൂസ് ചെയ്യുന്നത്. ഓപ്പണിംഗ് ഡേറ്റ് വാങ്ങിച്ചത് ജൂലൈയിലാണ്, ക്ലോസിംഗ് ഡേറ്റ് നമ്മൾ ഡിസംബർ. അപ്പൊ 6 മാസം. ഇതും വിൽക്കുന്നതും എന്നാണ് ജൂലൈയിൽ തന്നെയാണ്. അപ്പൊ ജനുവരി ടു ജൂലൈ 6 മാസം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ 1000 രൂപ ഡിപ്രീസിയേഷൻ 18,000 രൂപയാണ് അതിന്റെ വാല്യൂ. അപ്പൊ ഈ വർഷത്തെ 1000 രൂപയുടെ ഡിപ്രീസിയേഷൻ നമ്മൾ എവിടെ കൊടുക്കണം? ഇവിടെ നമ്മൾ കൊടുക്കണം. വിൽക്കുന്ന സമയത്ത് ഇതിന്റെ ഡിപ്രീസിയേഷൻ എത്രയാണ്? 1000 രൂപയാണ്. ഇനി നമുക്കത് വിൽക്കുമ്പോൾ ലോസ് ഉണ്ടോ നോക്കാം. 18,000 രൂപ വിലയുള്ള മെഷീനറിയാണ്. ഇതിന്റെ ഡിപ്രീസിയേഷൻ മെത്തേഡ് വ്യത്യാസമുണ്ട്. നമ്മൾ ഡിപ്രീസിയേഷന്റെ മെത്തേഡ് വ്യത്യാസമുണ്ട്. ഡിപ്രീസിയേഷന്റെ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒറിജിനൽ കോസ്റ്റിന്മേലല്ല, ഡിമിനിഷിങ് ബാലൻസ് മേലാണ്. അപ്പൊ ഇതിന്റെ ബ്രോഡൗൺ ബാലൻസ് 19,000 ഉള്ളു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോ 1000 രൂപ ഡിപ്രീസിയേഷൻ കഴിഞ്ഞപ്പോ അതിന്റെ വില 19,000, 19,000 ഉള്ളൂ. അപ്പൊ നമ്മള് 19,000 into 10/100 into 6/12 എടുക്കുമ്പോ 950 ആണ് ഇവിടെ വരിക. 950 റുപ്പീസ് ആണ് സെക്കൻഡ് ഇയറിൽ അതിന്റെ ഡിപ്രീസിയേഷൻ വരുന്നത്. 950 ആണ്. 950 റുപ്പീസ് ഡിപ്രീസിയേഷൻ കൊടുക്കാം. ഡിപ്രീസിയേഷൻ. ഇനി ഈ വിലയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? 950 മൈനസ് ചെയ്ത് കൊടുക്കാം. 950 ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ വാല്യൂ വ്യത്യാസം വരും.
മൈനസ് ചെയ്യുക 0 5 വീണ്ടും 0 8 1 18,050 ആണ് അതിന്റെ വാല്യൂ. 80,050 വാല്യൂ ഉള്ളത് നമ്മൾ സെയിൽ ചെയ്തേക്കുന്നത് 16,500-നാണ് നമ്മൾ വിറ്റിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നത് 0 5 5 1 1,550 നമുക്ക് അവിടെ കുറച്ചാണ് കിട്ടിയേക്കണം. നമ്മൾ അതിന് പേര് കൊടുത്തു ലോസ് ആണ്. ഈ ലോസിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും പറഞ്ഞിട്ടാണ് എഴുതാം. നമ്മൾ അക്കൗണ്ടിൽ എഴുതി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലോസ് 1,550. ഇനി 31 ഡിസംബറിൽ നമ്മുടെ കയ്യിൽ ബാക്കി 2 മെഷീനും കൂടി ഉണ്ട്. നമ്മുടെ കയ്യിൽ ബാക്കി 2 മെഷീൻ ഉണ്ട്. ഫസ്റ്റ് മെഷീൻ ഉണ്ട് 60,000 രൂപയ്ക്ക് വാങ്ങിച്ചത്. സെക്കൻഡ് മെഷീനറി ഉണ്ട് 30,000 രൂപയ്ക്ക് വാങ്ങിച്ചത്. അങ്ങനെ 2 മെഷീനറി ഉണ്ട്. ആ 2 മെഷീനറിയുടെയും കൂടി ഡിപ്രീസിയേഷൻ നമ്മൾ കാണണം. അപ്പൊ അതിന്റെ ഡിപ്രീസിയേഷൻ കാണാനായിട്ട് നമ്മൾ അക്കൗണ്ടിൽ നോക്കാം. ഇവിടെ ഫസ്റ്റ് മെഷീനറി 60,000 റുപ്പീസിന്റെ ആണ്. ഫസ്റ്റ് മെഷീനറി 60,000 റുപ്പീസിന്റെ. ആ 60,000 റുപ്പീസിലെ ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ 6,000, സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ 5,400, തേർഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ അതിന്റെ എമൗണ്ട് ഉണ്ട് അല്ലെ. അത് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഡിപ്രീസിയേഷൻ. തേർഡ് ഇയറിന്റെ ഡിപ്രീസിയേഷൻ എല്ലാം മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് കാണാനായിട്ട് അതിന്റെ. അപ്പൊ തേർഡ് ഇയറിലെ ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ 54,000-ന്റെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക. സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷനും മൈനസ് ചെയ്ത് തേർഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക. ഫോർത്ത് ഇയറിലെ ഡിപ്രീസിയേഷനും മൈനസ് ചെയ്തിട്ട് വേണം എന്ത് കണ്ടുപിടിക്കാനായിട്ട്, ഇവിടുത്തെ കാൽക്കുലേഷൻസ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമ്മൾ അതിലൊരു എളുപ്പമാണ് ചെയ്യാണ്. ഇവിടെ 87,040 ആണ് 3 എണ്ണത്തിന്റെയും കൂടി വാല്യൂ അല്ലെ. അപ്പൊ ഇവിടെ 87,040 ആണ് വാല്യൂ. അതിൽ നിന്ന് നമ്മള് സോൾഡ് ചെയ്ത മെഷീനറിയുടെ സോൾഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വില 18,050 ആണ്. സോൾഡ് വിൽക്കുന്ന സമയത്ത് വിൽക്കാൻ പോകുന്ന മെഷീന്റെ വാല്യൂ 18,050 ആണ്. ഈ 18,050 മൈനസ് ചെയ്ത് കൊടുക്കാം. 18,050 മൈനസ് ചെയ്യുമ്പോൾ 0 9 9 8 6 68,990 ആണ് വരുന്നത്. ഇതിന്റെ 10% കാണാം. ഇതിന്റെ 10% കാണുമ്പോൾ 6899 വരും. ഡിപ്രീസിയേഷൻ കാണാം 6899 6899 അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കൊടുക്കാം. അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. കിട്ടുന്ന തുകനെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ 87040 നിന്ന് ഇത് ഫുള്ള് മൈനസ് ചെയ്യണം. ഈ എമൗണ്ട് ഫുള്ള് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ബാലൻസ് ക്യാരി ഡൗൺ കിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഫുൾ എമൗണ്ട് മൈനസ് ചെയ്യാം. 87,040. ഇത് എല്ലാം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കാം. 16,500 പ്ലസ് 950 പ്ലസ് 1550 പിന്നെ 6899 9 9 9 40 40 10 5 10 9 19 10 15 20 28 ബാക്കി 2 8 9 15 28,889 മൈനസ് ചെയ്യാം. 28,889 മൈനസ് ചെയ്ത് കൊടുക്കാം. 1 5 1 9 6 4
തെറ്റിയിട്ടുണ്ട്. 16 8 10 6 14 10 17 9 1 10 6 8 14 4 1 1 9 10 1 9 8 17 5 ഇവിടെ 5 ആണ് വരും. 5 8 5 8 1 5 1 ക്യാരി ഡൗൺ ചെയ്യാം. ടോട്ടൽ ചെയ്ത് കൊടുക്കാം. 8 7 0 4 0 8 7 0 4 0 ടോട്ടൽ ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഇപ്പൊ ഇവിടെ ബാലൻസ് ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്തേക്കണേ. ഇവിടെ ബാലൻസ് ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക. ഇത്രയും വലിയ പ്രോബ്ലംസ് വരുമെന്ന് ചോദിച്ചാൽ കുറേ നാൾ, ഒരു 3 വർഷമായിട്ട് കോവിഡിന് ശേഷം ഇത്ര വലിയ പ്രോബ്ലം വന്നിട്ടില്ല. പക്ഷെ അതിന് മുമ്പൊക്കെ ഇതേപോലത്തെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. 18 19 വർഷങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്രോബ്ലം വലിയ എമൗണ്ടിന്റെ, നമുക്ക് വലിയ മാർക്കിന്റെ വന്നിട്ടുണ്ട്. അതിനുശേഷം 2020 വലിയ ടൈപ്പ് പ്രോബ്ലം അല്ല, 21 നല്ല വലിയ ചെറിയ പ്രോബ്ലം, അതൊക്കെ കോവിഡ് പ്രോട്ടോകോൾ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വന്നേക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ഫർദർ സ്റ്റഡീസിന്റെ സ്റ്റാൻഡേർഡ് കൂട്ടുന്നതിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റങ്ങൾ വരാം, നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതില് പതുക്കെ ചെയ്ത് ചെറുതായിട്ട് ഓരോ വർഷത്തെ കൃത്യമായി ശ്രദ്ധിച്ച് പറയുന്നത് കൂടി കേട്ട് ചെയ്ത് പഠിക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് ഈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ചെയ്യാനുള്ള. ഇനി ഇതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഡിപ്രീസിയേഷന്റെ കോഴ്സുകൾ, കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ. പിന്നെ അതിനകത്ത് വേർഡുകൾ കുറച്ച് വരുന്നുണ്ട്. സ്ക്രാപ്പ് എന്നാൽ എന്താന്ന് പഠിക്കണം, റിസർവ് പഠിക്കണം, പ്രൊവിഷൻസ് പഠിക്കണം, റിസർവിന്റെ എക്സാമ്പിൾ പഠിക്കണം, പ്രൊവിഷൻസിന്റെ എക്സാമ്പിൾ പഠിക്കണം. പിന്നെ ആ വേർഡുകൾ ഡിപ്രീസിയേഷൻ, ഡിപ്ലീഷൻ, അമോർട്ടൈസേഷൻ, ഒബ്സോലസൻസ്, ഫ്ലക്ച്വേഷൻ, അതൊക്കെ ഒരു മാച്ച് ദ ഫോളോയിങ് വരുന്ന രീതിയിൽ അത് പഠിച്ചിട്ട് പോകണം. പിന്നെ വരുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ സ്വഭാവങ്ങൾ എങ്ങനെയൊക്കെ നോക്കണം, റിട്ടേൺ ഡൗൺ വാല്യൂന്റെ സ്വഭാവം, അത് തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വെക്കണം. പിന്നെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷന്റെ വില ഒറിജിനൽ കോസ്റ്റിന്മേലാണ് കാണുക. അത് കാണുമ്പോൾ ഡേറ്റ്, പർച്ചേസ് ചെയ്യുന്ന ഡേറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം. അതുകൊണ്ടാ പർച്ചേസ് ചെയ്യുന്ന ഡേറ്റുകൾ ജനുവരി ആകുമ്പോൾ ക്ലോസിംഗ് ഡേറ്റ് ഡിസംബർ ആണെങ്കിൽ ഫുൾ ഇയർ ആണ്. അപ്പൊ ഡിപ്രീസിയേഷൻ പറഞ്ഞത് അങ്ങോട്ട് എടുത്താൽ മതി, നമുക്ക് അതിൻ്റെ ഇടയിൽ വേറെ കാൽക്കുലേഷൻസ് ഒന്നും വരില്ല. എന്നാൽ പർച്ചേസ് ചെയ്ത് ജൂലൈയിലാകുമ്പോൾ ക്ലോസിംഗ് ഡേറ്റ് ഡിസംബറിലാണ്. അപ്പൊ നമ്മൾ മന്ത് ഫുൾ ഇയർ അല്ല, ഹാഫ് ഇയറിലെ ഡിപ്രീസിയേഷൻ അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഹാഫ് ഇയർ ഡിപ്രീസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇതില് കൃത്യമായിട്ട് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പൊ അതിൽ ഈ ചാപ്റ്റർ കൃത്യമായി പഠിക്കുക. അത് കാൽക്കുലേഷൻസ് ഒക്കെ കൃത്യമായി നോക്കി പഠിക്കുക. ഓരോന്നും ചെയ്തു വെച്ചാൽ കാൽക്കുലേഷൻസ് കൃത്യമായി നോക്കി പഠിക്കാം. പിന്നെ കൂടുതൽ പ്രോബ്ലംസുകൾ ചെയ്യാൻ നോക്കുക. ഇതേ മോഡൽ പ്രകാരമുള്ള പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ പേപ്പർ വന്ന് കൂടുതലായിട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നന്നായി നല്ല പോലെ എക്സാം എഴുതാം. ഇതിലൊരു 5 മാർക്ക് നിങ്ങൾക്ക് ഒട്ടും കുറയാതെ 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, പ്രോബ്ലംസ് ഒക്കെ കൂടുതലും ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.